അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനീ വയഫ്ഖഹു ഖൗലീ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ. നമുക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ പൂങ്കാവനത്തിൽ നമ്മളെയെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മൾ സ്നേഹിക്കേണ്ടതാരെ എന്ന വിഷയത്തെക്കുറിച്ച് ഒരല്പം നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ സൂറത്താണ്. അതിൽ 21-ാമത്തെ ഒരായത്തുണ്ട്. അള്ളാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ വലിമൻ കാന യർജുല്ലാഹി വൽ യൗമൽ ആഖിരി വദക്കറല്ലാഹി കസീറാ. അള്ളാഹു പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. അള്ളാഹുവിൻ്റെ ദൈവദൂതനിൽ ഉത്തമമായ ജീവിത മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹി, അള്ളാഹുവിൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നവർക്കും, വൽ യൗമൽ ആഖിരി, അന്ത്യദിന നേട്ടം കൊതിക്കുന്നവർക്കും, വദക്കറല്ലാഹി കസീറാ, അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ ദൈവദൂതനിൽ ഉത്തമമായ ജീവിത മാതൃകയുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ നാട്ടിൽ കൂരിരുളിൻ്റെ കുടിലവലയത്തിൽപ്പെട്ട് പാപത്തിൻ്റെ പാഴ്ചേർക്കുണ്ടിൽ വീണ് വലഞ്ഞ മാനവലോകത്തെ അന്ന് ആ ഇരുണ്ട കാലഘട്ടത്തെപ്പറ്റി ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ദ ഏജ് ഓഫ് ഡാർക്ക്നെസ് എന്നാണ്, ഇരുണ്ട കാലഘട്ടമെന്നാണ്. ആ കാലഘട്ടത്തിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്തിയത് വിശ്വവിമോചകൻ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷത്തെ ത്യാഗപരമായ ജീവിതത്തിലൂടെ സരളമായ ഒരു ജീവിതം മാലോകർക്ക് മാതൃകയാക്കി കൊടുത്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചലനങ്ങളും നിശ്ചലനങ്ങളും കൽപ്പനകളും നിരോധനങ്ങളും കർമ്മങ്ങളും വീക്ഷണങ്ങളും എല്ലാം തന്നെ ഇന്ന് ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അത് ഇഹപര വിജയത്തിന് ആധാരവുമാണ്. ഇത്രയും വലിയ ലോകനായകനെയാണ് നമ്മൾ മാതൃകാ ഗുരുവായ ലോകനായകനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതും പിൻപറ്റേണ്ടതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനേറെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാമ്പത്യ രഹസ്യങ്ങൾ പോലും ഇന്ന് മാതൃകയായി കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതാപിതാക്കളെക്കാളും ഇണകളെക്കാളും സന്താനങ്ങളെക്കാളും സുഹൃത്തുക്കളെക്കാളും ബന്ധുക്കളെക്കാളും സ്നേഹിക്കുന്നതിൽ ഒന്നാമതിനാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഈമാൻ പൂർണ്ണമായെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ ബഹുമാനിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് മനസ്സിലാക്കി നമുക്ക് ഒരു ഹദീസ് മനസ്സിലാക്കാം. ഐഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. മഹദി അവർകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരു വ്യക്തി വന്നു പറഞ്ഞു. ഫഖാല, അദ്ദേഹം പറയുകയുണ്ടായി, യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നക അഹബ്ബുൻ, തീർച്ചയായും ഞാൻ തങ്ങളെ സ്നേഹിക്കുന്ന നബിയെ.
വഇന്നക വഹബു ഇലാമൻ നഫ്സി, എൻ്റെ ശരീരത്തെക്കാളും എൻ്റെ ജീവനേക്കാളും, വഹബു ഇലാമൻ അഹിലി, എൻ്റെ കുടുംബത്തെക്കാളും എൻ്റെ ഇണയെക്കാളും, വഹബു ഇലാമൻ വലദി, എൻ്റെ സന്താനങ്ങളെക്കാളും ഞാൻ തങ്ങളെ സ്നേഹിക്കുന്ന നബിയെ. ഇന്നി അക്കൂനു ഫിൽ ബൈത്തി, നബിയെ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ, ഫദ്കുറുക എനിക്ക് താങ്കളെപ്പറ്റി ഓർമ്മ വന്നാൽ, ഫമാസ്ബിറു എനിക്ക് ക്ഷമ വരുന്നില്ല നബിയെ, ഹത്ത ആത്തിക ഫൻളുറ ഇലൈക യാ റസൂലുള്ളാഹ്, നബി തങ്ങളുടെ അരികിൽ വന്ന് നബി തങ്ങളെ കണ്ടല്ലാതെ എനിക്ക് സഹി വരുന്നില്ല നബിയെ. ഫദ്കുറുക മൗതി ഫഇദാ ദക്കർതു മൗതി വ മൗതക, ഞാൻ ചിന്തിക്കുകയാണ് നബിയെ, ഞാനും മരിക്കും, താങ്കളും ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതാണ്. അറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്നത, എനിക്കറിയാം റസൂലേ, തീർച്ചയായും താങ്കൾ സ്വർഗത്തിലെത്തുമെന്ന് എനിക്കറിയാം. ഇദാ ദഖൽതൽ ജന്നത, താങ്കൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ, റുഫിഅത മഅൻ നബിയീന, നബിമാരുടെ സമുന്നതമായ സ്ഥാനത്തായിരിക്കുമെന്നും എനിക്കറിയാം. വഇൻ ദഖൽതൽ ജന്നത, ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ഒരു പിടിയുമില്ല നബിയെ. വഇൻ ദഖൽതൽ ജന്നത, അഥവാ ഞാൻ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ, ഹശീതു അൻ ലാ അറാക യാ റസൂലുള്ളാഹ്, ഞാൻ തങ്ങളുടെ സ്ഥാനത്തേക്കാൾ എത്രയോ താഴ്ന്നപടിയായിരിക്കും നബിയെ. പിന്നെ എങ്ങനെയാണ് എൻ്റെ റസൂലിനെ ഞാൻ കാണുന്നത്? എൻ്റെ നബിയെ കാണാൻ കഴിയുകയില്ലല്ലോ എന്നോർത്ത് ഞാൻ ആശങ്കപ്പെടുകയാണ് റസൂലേ. ഇതായിരുന്നു ആ വ്യക്തി എന്ന് പറഞ്ഞത്. ഫലം യുറദ്ദു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹത്താ നസലത്തു അലൈഹി, പരിശുദ്ധ ഖുർആന്റെ വചനം അവതീർണമാവുകയാണ്. വമൻ യുതിഅല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. വമൻ യുതിഅല്ലാഹ വറസൂല, ആരാണോ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലാണ് അവർ, മിനൻ നബിയീന നബിമാരിലും, വസ്സദ്ദീഖീന സിദ്ദീഖുകളിലും, വശുഹദായി ശുഹദാക്കളിലും, വസ്സാലിഹീൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും, വഹുസന ഉലൈക റഫീഖ, അവർ വളരെ നല്ല സുഹൃത്തുക്കളുമായിരിക്കും എന്നുള്ള പരിശുദ്ധ ഖുർആൻ വചനം അവതീർണമായി. ഇതിൽ നിന്നെല്ലാം നബിതങ്ങളെ സ്നേഹിക്കേണ്ടതിൻ്റെ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം എത്ര മഹത്വമുണ്ടെന്ന്. പിന്നെ ഒരു ഹദീസ് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഉഹുദ് യുദ്ധത്തിൽ ആദ്യം വിജയം സംഭവിച്ചു, രണ്ടാമത് പരാജയമാണുണ്ടായത്. പരാജയം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ മദീനയിലെ സ്ത്രീകൾ നെട്ടോട്ടമോടാൻ തുടങ്ങി. ആദ്യത്തിലെ സംഘത്തിലെ ജനങ്ങൾ വന്നു. യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സഹാബി വനിത അവരോട് വന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോൾ അവിടെ കിട്ടിയ വാർത്ത ആ സ്ത്രീയുടെ പിതാവ് മരണപ്പെട്ടു, ഷഹീദായി എന്നായിരുന്നു. എന്നിട്ട് അവർ പറയുന്നു, എനിക്ക് പ്രയാസമില്ല, എനിക്ക് വിഷമമില്ല. എന്നിട്ട് രണ്ടാമത്തെ സംഘം വന്നപ്പോൾ വീണ്ടും ആ മഹദി പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചോ? അള്ളാഹുവിൻ്റെ റസൂൽ സുരക്ഷിതനാണോ? അപ്പോൾ അവിടെ കിട്ടിയ വാർത്ത ആ സ്ത്രീയുടെ ഭർത്താവും മകനും സഹോദരനും മരണപ്പെട്ടു, ഷഹീദായി എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മഹദി പറഞ്ഞത്, എനിക്കുണ്ടായ എല്ലാ നഷ്ടങ്ങളും ഞാൻ സഹിക്കുന്നു, എനിക്ക് പരാതിയില്ല, സങ്കടമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സുരക്ഷിതനാണോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ഇതായിരുന്നു ആ സഹാബി വനിതയുടെ മറുപടിയെങ്കിൽ അവരെത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത, എൻ്റെ ഉമ്മത്തുകൾ, എൻ്റെ സമുദായം ഒന്നടങ്കം സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബ, എന്നെ ധിക്കരിക്കുന്നവർ ഒഴികെ. സഹാബാക്കൾ ചോദിച്ചു, ഫഖാല യാ റസൂലുള്ളാഹ് മൻ യഅബ, ആരാണ് റസൂലെ തങ്ങളെ ധിക്കരിക്കുന്നത്? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വമൻ അതാനി, എന്നെ അനുസരിക്കുന്നവർ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടക്കുകയും, വമൻ അസാനി, എന്നെ അനുസരിക്കാത്തവർ ഫഖദ് അബ, അവരാണ് ധിക്കാരി.
ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ. ഈ ഖുർആൻ അങ്ങനെ മനസ്സിലാക്കുന്ന ധാരാളം ഖുർആൻ വചനങ്ങളും ഹദീസുകളുമുണ്ട്. അതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. വേലക്കാരൻ്റെ വിയർപ്പ് തുള്ളി വറ്റുന്നതിന് മുമ്പ് അവന് ന്യായമായ കൂലി കൊടുക്കണമെന്നും സാധാരണക്കാരൻ്റെ വിയർപ്പ് തുള്ളി ചിന്തിയതിൻ്റെ ഫലമാണ് മറ്റുള്ളവർ സുഖിക്കുന്നു എന്നുമുള്ള പരമാർത്ഥം മറന്നു പോകരുതെന്നും താൻ കഴിക്കുന്ന ആഹാരം തൻ്റെ ഭൃത്യനും കൊടുക്കണമെന്നും അയൽവാസി പട്ടിണിയാണെന്നറിഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കുന്നവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്നും മറ്റും അരുളി ചെയ്ത് നമ്മെ പഠിപ്പിച്ച ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ലോകത്തിന് സംഭാവനയായി നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ്റെ നിയമ സംഹിത അനുസരിച്ച് തന്നെ നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന എല്ലാ അഖില കാര്യങ്ങൾക്കും മാതൃകയായ ദ ടീച്ചർ ഓഫ് കൾച്ചർ, സംസ്കാരത്തിൻ്റെ അധ്യാപകൻ എന്ന് വിശേഷിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ നമ്മൾ പഠിച്ച് നമ്മൾ മാതൃകയാക്കി മറ്റുള്ളവർക്ക് അതെത്തിച്ചു കൊടുക്കുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിൽ സ്വർഗ്ഗപ്പൂങ്കാവനത്തിൽ ജന്നാത്തിൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗപ്പൂങ്കാവനത്തിൽ ഒത്തുകൂടുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും നീ പൊറുത്ത് മാപ്പാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. യാ അല്ലാ, ഞങ്ങളിൽ പലരും രോഗികളാണ് നാഥ. രോഗം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്കുമുള്ള സർവ്വരോഗങ്ങളെയും മാറ്റി നീ ശിഫ തരണം റഹ്മാനെ. യാ അല്ലാ, നീ ഷാഫിയാണ് നാഥ. നിൻ്റെ ശിഫയില്ലാതെ മറ്റൊരു ശിഫയില്ല റഹ്മാനെ. നിൻ്റെ ഔഷധമല്ലാതെ ഒരു ഔഷധമില്ല നാഥ. അല്ലാഹുവേ, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.